ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കേവല ഭൂരിപക്ഷത്തോടെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിലെത്തി. ആകെയുള്ള 100 സീറ്റിൽ 50 സീറ്റുകൾ നേടിയ BJP ഒരു സീറ്റിനായിട്ട് യാചിച്ചു നടന്നു. അവസാനം തലസ്ഥാന നഗരം കണ്ട ഏറ്റവും പ്രഗത്ഭനായ മാധ്യമ പ്രവർത്തകൻ പാറ്റൂർ രാധാകൃഷ്ണൻ എന്ന സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടിയാണ് BJP അങ്ങനെ അധികാരം ഉറപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് ഈ സ്വതന്ത്രൻ BJPക്ക് എതിരെയുള്ള സഖ്യത്തിന് പിന്തുണ നൽകിയതാണ്. ആദ്യം കോൺഗ്രസ് അത് ഗൗരവമായിട്ട് എടുത്തു, CPM-നെയും അറിയിച്ചതാണ്. CPM ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇന്ന് ആ കോർപ്പറേഷൻ BJP ഇതര മുന്നണി ഭരിക്കുമായിരുന്നു. പക്ഷേ CPM അതിന് മുഖം തിരിക്കുകയായിരുന്നു. CPM കോൺഗ്രസിനെ പോലെ തന്നെ ഈ പാറ്റൂർ രാധാകൃഷ്ണന് പിന്തുണ പ്രഖ്യാപിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ BJP അധികാരത്തിന് പുറത്തു നിന്നേനെ. KC വേണുഗോപാൽ അടക്കമുള്ളവർ വളരെ സന്തോഷത്തോടെ രാധാകൃഷ്ണനെ വിളിച്ച് എല്ലാ പിന്തുണയും അറിയിച്ചതാണ്. പക്ഷെ എല്ലാത്തിനും മുന്നിൽ നിൽക്കേണ്ടിരുന്ന CPM-ഓ പാലം വലിച്ചു. സത്യത്തിൽ അത് BJPക്ക് വേണ്ടിയാണ് എന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. എന്നാൽ ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ കൗൺസിലർ പാറ്റൂർ രാധാകൃഷ്ണനാണ് BJPക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും തന്റെ വാർഡായ കണ്ണമ്മൂലയുടെ സമഗ്ര വികസനത്തിനുള്ള പദ്ധതിയെക്കുറിച്ച് സംസാരിച്ചുറപ്പിച്ച് തന്റെ മണ്ഡലത്തിന് വേണ്ടി ഭരിക്കുന്ന മുന്നണിയുടെ അവിഭാജ്യ ഘടകമായിട്ട് മാറുകയായിരുന്നു. CPM ആണെങ്കിലോ അന്തർധാരയുടെ ഭാഗമായിട്ട് BJPക്ക് ഭരണം നാട്ടിയതിന്റെ സന്തോഷത്തിലുമാണ്. സത്യത്തിൽ ഇത് CPM-ന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു ഒത്തുകളിയാണ്. BJPയുടെ സ്വപ്നമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം. അത് സാക്ഷാത്കരിക്കാൻ CPM ഒപ്പം നിന്നു. ഇനി CPM-ന് വീണ്ടും ഭരിക്കാൻ BJP സഹായിക്കുമെന്ന അഭ്യൂഹങ്ങളാണ് പുറത്തു വരുന്നത്. അതാണ് ഇത്രയും വലിയ സ്വർണ്ണക്കൊള്ള നടന്നിട്ടും അതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ പ്രതിക്കൂട്ടിൽ നിന്നും അതിനെതിരെ സമരം ചെയ്യാൻ പോയിട്ട് ഒന്ന് പ്രതികരിക്കാൻ പോലും ഇപ്പോൾ തയ്യാറാകാത്തത്. CPM നേതാക്കൾ അകത്ത് കിടക്കുമ്പോൾ അവരെ എന്തേ പുറത്താക്കതെന്ന് CPM നേതൃത്വത്തോട് മുഖം നോക്കി ചോദിക്കാൻ തയ്യാറാകാത്ത BJP-യും നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു ശ്രമം പോലും നടക്കാതെ CPM പിന്മാറിയത് BJPക്ക് വേണ്ടിയാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സൂചനയാകാം ഇത്. UDF നേതൃത്വം കണ്ടില്ല എന്ന് നടിക്കരുത്.